സ്വഭാവം മാറി, പേര് മാറിക്കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി. സ്തോത്രം. സ്വഭാവം മാറിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ അന്വേഷിക്കാൻ ഒരു മടിയില്ല. ഈ സ്വഭാവത്തിന് ഭയങ്കര മാറ്റം വന്നാൽ എല്ലാ കൂട്ടായ്മയ്ക്കും കാണും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് കാണും, ഞായറാഴ്ച കാണും, ഹൗസ് ചർച്ചിൽ കാണും, സെല്ലി കാണും. സ്തോത്രം. ഞായറാഴ്ച മാത്രം കാണുന്നവർ ഏതാണ്ട് കാര്യം സാധിക്കാനായിട്ട് വരുന്ന 9 കുഷ്ഠരോഗികളുടെ കൂട്ടത്തിനകത്താണ്. 10 മാത്രമേ വീണ്ടും വന്നുള്ളൂ. സ്തോത്രം. ഒരുത്തൻ മാത്രം. അപ്പോൾ 9 സ്തോത്രം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വരും. കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പോകും. പക്ഷെ അത് ഒരു പോക്കാവാതിരിക്കട്ടെ. സ്തോത്രം. അപ്പോൾ സ്വഭാവം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ദൈവവുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി മാറ്റം വരും. സ്തോത്രം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് വെച്ചു. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെയിരുന്നു. മരുഭൂമിയിലെ സഭയില് പുള്ളി അവിടുന്ന് പോകത്തില്ല. എന്താ പരിപാടി? ശുശ്രൂഷകളുണ്ട്? ഒന്നുമില്ല. സ്തോത്രം. നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വരത്തുള്ളൂ. സ്തോത്രം. പുള്ളിയോട് ചോദിച്ചാൽ പറയും ഒരു ശുശ്രൂഷയില്ല, ശുശ്രൂഷ മുഴുവൻ മോശയാണ്. പക്ഷേ ഈ പുള്ളി എന്ത് ചെയ്തു? ഈ പുള്ളി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശെ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള. അപ്പോൾ യോശുവയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടായി. സ്വഭാവം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവനുണ്ടായിരുന്നു. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ എവിടെ പോകണം? കൂടാരത്തിൽ വരണം. കൂടാരത്തിൽ വരണം. സ്തോത്രം. ഇവിടെ മറ്റാരെക്കുറിച്ചും അല്ല പറയുന്നത്, ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവനെല്ലാം കൂടാരത്തിലേക്ക് വരണം. സ്തോത്രം. വന്നാലത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആവർത്തന പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട്. അപ്പോൾ സ്തോത്രം. അവൻ കൈവപ്പുണ്ടാവുന്നു. സ്തോത്രം. ശുശ്രൂഷകൻ കൈവച്ചാൽ അത് അനുഗ്രഹമാണ്. പക്ഷെ വല്ലാത്ത കൈയായിരിക്കല്ല്. ഈ കൈ എന്തായിരിക്കണം? വിശുദ്ധമായിരിക്കണം. കൈക്കൂലി മേടിച്ച കൈയായിരിക്കല്ല്. ഹലോ. ആകാത്തതൊന്നും സമ്പാദിച്ച കരമായിരിക്കല്ല്. സ്തോത്രം. അപ്പം ശുശ്രൂഷകൻ്റെ കരം വെച്ച് അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹമാണ്. സ്തോത്രം. കൈവച്ച് അനുഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ ജ്ഞാനപൂർണനായി തീർന്നു. അവൻ സ്പിരിറ്റ് ഓഫ് വിസ്ഡം കിട്ടിയതെന്താ? ദൈവാത്മാവ് ആരുടെ മേൽ വന്നു? യോശുവയുടെ മേൽ. അതിനകത്ത് എന്തുണ്ടായിരുന്നു? ജ്ഞാനാത്മാവ്. സ്തോത്രം. ജ്ഞാനത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു.